الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. ബഹുമാന്യരായ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും സൂക്ഷ്മതയോടുകൂടി പാലിച്ചു ജീവിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഇവിടെ ഒരുമിച്ചു കൂടിയ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് എല്ലാവരും SIR-ന്റെ നെട്ടോട്ടത്തിലാണ്. അത് അത്യാവശ്യമാണ് താൻ. അക്കാര്യം എല്ലാവരും നന്നായി ശ്രദ്ധിക്കുകയും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുകയും വേണം. അറിയാത്തത് അന്വേഷിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഒക്കെ ഉള്ളൊരു മനസ്സ് ഈ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. പ്രവാസികൾ, നമ്മുടെ വീട്ടിലുള്ള പ്രവാസികളുടെ കാര്യങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധയും അവരെ വോട്ടർമാരായി ചേർക്കുകയും ഒക്കെ വേണം. നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ, ഈ ഒരു വിഷയം വന്നപ്പോ ഏതറ്റം വരെ പോകാനും നമ്മൾ തയ്യാറായിട്ടുണ്ട്. എന്താണ് SIR-ന് ഇത്ര പ്രാധാന്യം? നമ്മളൊക്കെ മീഡിയകളിൽ നിന്ന് കേട്ടറിഞ്ഞ മനസ്സിലാക്കിയ വിഷയം, അത് നമ്മുടെ പൗരത്വത്തെ ബാധിക്കും എന്ന് ഒരു തിരിച്ചറിവാണ് പലപ്പോഴും ഇതിനിത്ര ഗൗരവം വരാൻ കാരണം. മാത്രല്ല, അത് അടുത്ത തലമുറയെയും ഇത് ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം ഏറെ പഠിക്കാനും വായിക്കാനും ഓഡിയോ ക്ലിപ്പുകളും വീഡിയോകളും ഒക്കെ കേൾക്കാനും ഒക്കെ നമ്മൾ തയ്യാറായി. ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മളെല്ലാവരും അത് പ്രയോജനപ്പെടുത്തുകയും അതിന്റെ ഫലം ലഭിക്കുമാറ് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് പറയാനല്ല ഇങ്ങനെ ഒരു ആമുഖം. സഹോദരങ്ങളെ, പൗരത്വവും വോട്ടുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവനുണ്ടെങ്കിലാണ് പ്രയോജനപ്പെടുക. പക്ഷെ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ ആഴ്ച ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു വലിയ ജീവിതം നമുക്ക് വരാനുണ്ട്.
അത് മരണശേഷമുള്ള ഒരു ജീവിതമാണ്. ആ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത അത് ശാശ്വതമാണ് എന്നതാണ്. ദുനിയാവിന്റെ ഒരു പ്രത്യേകത അത് പെട്ടെന്ന് അവസാനിക്കും എന്നതാണ്. സ്വാഭാവികമായും നിലനിൽക്കുന്നതാണ് മനുഷ്യരായ നമ്മുടെയൊക്കെ സ്വപ്നം. ഏതൊരു കാര്യം അങ്ങനെയാണ്. നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല ഉണ്ടാക്കുക, ഒരു 2 തലമുറക്ക് കൂടി ഉപയോഗിക്കണം എന്ന കെട്ടുറപ്പോടുകൂടി ഉണ്ടാക്കുക. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നിലനിൽക്കുന്നത് ഇഷ്ടപ്പെടുന്നു എന്നത് തന്നെയാണ് പരലോകമുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവ്. നമുക്കിവിടെ അവസാനിക്കാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നില്ല. എത്ര പ്രായം ചെന്നാലും നമുക്കതിന് തുടർച്ച വേണം എന്ന് ആഗ്രഹിക്കുന്നു. റഹ്മാനായ റബ്ബ് അങ്ങനെ ഒരു ജീവിതം നമുക്ക് നൽകിയിട്ടുണ്ട്. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. ഹേ മനുഷ്യരെ, പരലോകമാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. അതിന്റെ പ്രത്യേകത വഅബ്ഖാ, അത് എന്നെന്നും അവശേഷിക്കുന്നതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് അതിന്റെ വിജയമായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകൾ കൊണ്ടുള്ള അധ്വാനവും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ദിനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ ദിനത്തിന്റെ പ്രത്യേകത ഈ ദിനത്തേക്കാൾ നേരെ തിരിച്ചാണ്. ഈ ദിനത്തിന്റെ പ്രത്യേകത, നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഇവിടെ സംഭവിച്ചാൽ നമ്മെ വിളിക്കാൻ, നമ്മുടെ കൂടെ വരാൻ, നമുക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ, നമ്മുടെ കൂടെ എന്തിനും തയ്യാറാകുന്ന കുടുംബങ്ങളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ, ഒന്ന് തളർന്നു, ഒന്ന് കിടന്നു, ഒന്ന് ആക്സിഡന്റ് ആയി എന്ന് കേട്ടാൽ നമുക്ക് ചുറ്റും കൺ തുറക്കുന്നതിന് മുൻപ് ധാരാളം ബന്ധുക്കൾ, നമ്മെ സ്നേഹിക്കുന്നവർ ഉണ്ടാകും. സഹോദരങ്ങൾ, ഇതിനെ നേരെ തിരിച്ചാണ് പരലോകം. അവിടെ നമ്മൾ ഒറ്റക്കായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ആരും നമ്മെ സഹായിക്കാൻ ഉണ്ടാവുകയില്ല. ആ ജീവിതത്തിൽ ഈ ദുനിയാവിൽ എന്താണോ നാം സമ്പാദിച്ചു വെച്ചത്, ആ സമ്പാദ്യത്തിന്റെ അനന്തര ഫലമല്ലാതെ നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. റഹ്മാനായ റബ്ബ് പറയാം, ഫഇദാ ജാഅത്തിസ് സ്വാഹ, ആ ചെകിടടപ്പിക്കുന്ന ആ ശബ്ദം വന്നാൽ, ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ, യൗമ യഫിറുൽ മർഉ മിൻ അഖി, ഒരു മനുഷ്യൻ തന്റെ സഹോദരനിൽ നിന്ന് ഓടിപ്പോകുന്ന ദിവസമാണ് അത്. അവനെക്കുറിച്ച് അന്വേഷിക്കാൻ അവന് യാതൊരു താല്പര്യവും ഉണ്ടാവുകയില്ല, അവനെ കാണാൻ താല്പര്യമുണ്ടാവുകയില്ല. ഏറ്റവും ആഗ്രഹിച്ച് ഈ ദുനിയാവിലുള്ള 2 ബന്ധങ്ങളാണ് പിന്നീട് പറഞ്ഞത്. ഉമ്മിഹി വ അബി, സ്വന്തം ഉമ്മയെ വിട്ട്, സ്വന്തം പിതാവിനെ വിട്ട്, സ്വന്തം സഹോദരനെ വിട്ട് അവൻ അന്നേ ദിവസം ഓടിപ്പോകുന്നതാണ്. അല്ല, വസ്വാഹിബത്തിഹി വബനി, അവന്റെ ഇണയെ വിട്ട്, അവന്റെ ഭാര്യയെ, ഭർത്താവിനെ, അതിലൂടെ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കൺകുളിർമയായി താൻ വളർത്തി വലുതാക്കിയ വബനി, തന്റെ മക്കളെ വിട്ട് അവൻ പോകുമെന്നാണ്. എത്ര ഗൗരവത്തിലാ റഹ്മാനായ റബ്ബ് പറഞ്ഞത്. ഈ പറഞ്ഞതാ ദുനിയാവ്. ഇവരാണ് നമ്മുടെ കൂടെയുള്ളത്, അവർ മുഴുവൻ നമുക്ക് അന്യരായി തീരും. അല്ല, അവരിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയമുണ്ടാവുകയില്ല. കാരണം ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നി, അവരിൽ പെട്ട ഓരോ മനുഷ്യർക്കും അന്ന് തനിക്ക് മതിയാവുന്ന അത്ര വിഷയം തീരുമാനിക്കാനുണ്ടാകുമെന്നാണ്. അവന് തന്നെ അവന്റെ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ, കാര്യങ്ങൾക്ക് വലിയ ഗൗരവമുള്ള ദിനമായത് കൊണ്ട് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ എന്റെ പ്രശ്നം തന്നെ എനിക്ക് തീർത്താൽ തീരാത്ത അത്രയുണ്ടെന്ന പേടിയോടുകൂടി അവൻ തന്റെ ഇഷ്ടജനങ്ങളെ മുഴുവൻ ആ ചെകിടടപ്പിക്കുന്ന ശബ്ദം വന്നാൽ ഉപേക്ഷിച്ചു കളയും എന്നാണ്. ആ ദിനം അത്ര ദൂരത്തല്ല, അത് സമീപസ്ഥമാണ്. ഈ ദുനിയാവിന്റെ എല്ലാ പ്രശ്നങ്ങളും അവശേഷിപ്പിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോ സഹോദരങ്ങളെ, ആ നശ്വരമായ ജീവിതത്തിനായി എത്ര
വലിയ സിലബസ് പഠിച്ചവനാണെങ്കിലും അനശ്വരമായ ജീവിതത്തിന് വേണ്ടി ഒരു സിലബസ് പഠിക്കാൻ തയ്യാറാകുന്നില്ല. അതാണ് ഇവിടുത്തെ നമ്മുടെ ചോദ്യം. ഈ ഒരു ലോകത്തേക്ക് പോകുമ്പോ ആ അനശ്വരമായ ലോകത്ത് എനിക്ക് വിജയിക്കുവാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അവിടെ എങ്ങനെയാണ് എനിക്ക് ജീവിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക? അത് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചാൽ തന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ അത് മറക്കുക. അല്ലെ, പള്ളിയിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കും, പുറത്തിറങ്ങി മറന്നു. വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ കുറച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കും, അതങ്ങ് മാറിയാൽ വീണ്ടും നമ്മൾ മറന്നു. അല്ലേ? അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊരു പരീക്ഷയുടെ ലോകമാണ്. പരീക്ഷയ്ക്ക് പഠനം ആവശ്യമാണ്. ആ പഠനത്തിലൂടെ ലഭിക്കുന്ന അറിവ് കൊണ്ടേ ലക്ഷ്യബോധത്തോടു കൂടി അവന് ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ നശ്വരമായ ലോകത്ത് നിങ്ങൾ പഠിച്ചും അധ്വാനിച്ചുമാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത് എങ്കിൽ, അല്ലെ, ഒരു നേരത്തെ ഭക്ഷണം എനിക്കും നിങ്ങൾക്കും ലഭിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിന് കൊടുക്കാൻ, ഹലാലായി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബനാഥൻ അധ്വാനിച്ചിരിക്കണം. എന്നാ പക്ഷിമൃഗാദികൾക്ക് അങ്ങനെയല്ല. അവർക്ക് പരലോകമല്ല, അവർക്ക് വിചാരണ വേഗം തീരും, അവരതോടുകൂടി മണ്ണായി പോകും. നമ്മളങ്ങനെയല്ല. അല്ലാഹ് പറയണേ, ഇവിടെ നിങ്ങൾക്ക് അധ്വാനിച്ചാലേ കിട്ടുമെങ്കിൽ നാളെ പരലോകം അങ്ങനെ വെറുതെ കിട്ടുമോ? റഹ്മാനായ റബ്ബ് ചോദിക്കാൻ, അവിടെ നിങ്ങൾ വിജയിക്കണമെങ്കിൽ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. അത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതല്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ റഹ്മാനായ റബ്ബ് പ്രവാചകന്മാരിലൂടെ ഖിയാമത്ത് നാൾ വരെയുള്ള ഓരോ മനുഷ്യനും മതമായി അള്ളാഹു അംഗീകരിച്ചു കൊടുത്തത് ഇസ്ലാമാണ്. അള്ളാന്റെ അടുത്തുള്ള മതത്തിന്റെ പേര് ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ അവസാന പതിപ്പായി അള്ളാഹു ഈ ഭൂമി ലോകത്തേക്ക് വേദഗ്രന്ഥമായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ, അത് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്കുള്ള സിലബസാണ്. ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തിരുസുന്നത്ത്, അത് നിങ്ങൾക്കുള്ള സിലബസിലെ പ്രാക്ടിക്കലാണ്. എന്താണ് ഇസ്ലാം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് അത് ശീലിക്കുകയും പഠിക്കുകയും ചെയ്യാത്തിടത്തോളം കാലം ഫഇദാ ജാഅത്തിസ് സ്വാഖ, ആ ചെകിടടപ്പിക്കുന്ന ശബ്ദം വരുമ്പോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിരാശ മാത്രമായിരിക്കും. റഹ്മാനായ റബ്ബ് നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ പ്രമാണങ്ങളുടെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിച്ച് എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലെ, വിശുദ്ധ ഖുർആൻ ആദ്യം അവതരിച്ച ആയത്ത് എന്താ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. വിശ്വാസികളെ, എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കുന്നു, ഇന്ന് ഖുർആൻ തിരക്കിനിടയിൽ ഓതാൻ സമയം കിട്ടാത്തവരാണ് നമ്മിൽ ഒരു വലിയൊരു വിഭാഗം. എന്തേ? തിരക്കായിരുന്നു. ഓഫീസിലേക്ക്, കച്ചവട സ്ഥാപനത്തിലേക്ക്, ഇങ്ങനെ പറഞ്ഞ് കാരണങ്ങളുണ്ടാകും. എന്നാൽ ഞാൻ നാളെ പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോ ആരുമില്ലാത്ത ലോകത്ത് എന്റെ കൂടെ ഈ സിലബസ് ഉണ്ടാകും. അള്ളാഹു 114 അധ്യായങ്ങളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള ഈ ഖുർആൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക്, പ്രതീക്ഷയുള്ള ഒരാൾക്ക് ഇന്ന് രാവിലെ അത് എടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം റഹ്മാനായ റബ്ബ് ദിനങ്ങളിൽ ശ്രേഷ്ഠമാക്കിയ ഈ വെള്ളിയാഴ്ച എന്റെ ജീവിതത്തിൽ, ഈ ആഴ്ചയിൽ ഇന്നലെ രാത്രി മരിക്കാതെ, മിനിഞ്ഞാന്ന് മരിക്കാതെ എന്നെ ഈ വെള്ളിയാഴ്ചയിലേക്ക്, ഇതാ ഒരു പ്രഭാതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അള്ളാഹുവിന് ഇഷ്ടമുള്ള നല്ലൊരു ദിവസത്തിൽ, ഇന്ന് യൗമുൽ ജുമുഅയുടെ ദിവസമാണ്, ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. അല്ല, ഇപ്പോൾ ഈ സദസ്സിൽ നമ്മൾ ഇരിക്കുന്നു, മരിച്ചിട്ടില്ല നമ്മൾ. ആ റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്ക് പോകാനുള്ള ഖുർആൻ നോക്കൂ നിങ്ങൾ, അതിനൊരു കൂലിയും തരൂലാന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഓതേണ്ട ഗ്രന്ഥം. കാരണം നമ്മുടെ ജീവിതത്തിന്റെ വഴിയാണ്. അല്ലേ, +1ഉം +2ഉം ഒരു എൻട്രൻസ് എഴുതുന്ന ഒരു കുട്ടി എന്തെങ്കിലും ദുനിയാവുന്നൊരു കൂലി കിട്ടിയിട്ടാണോ? അല്ല, എത്രയോ തവണ വായിച്ച് ആവർത്തിച്ച് വായിച്ചതിന് കൂലിയുണ്ടോ?
അവന് ഉത്തരം എഴുതിയാലേ കൂലിയുള്ളൂ, അത് ശരിയായാലേ കൂലിയുള്ളൂ. അത് എന്തേലും ഒരു റാങ്ക് ലിസ്റ്റിൽ വരുമ്പോ അപ്പോഴത്തിന് എത്ര വായിച്ചിട്ടുണ്ടാവും, രാവും പകലും എത്ര അവൻ അധ്വാനിച്ചു. മോശപ്പെട്ട കാര്യമല്ല, ദുനിയാവിൽ അങ്ങനെ, ഞാൻ നിങ്ങൾക്കും അങ്ങനെ തന്നെ. പക്ഷേ ആ ചെകിടടപ്പിക്കുന്ന ആ ശബ്ദം വരുമ്പോ നമ്മുടെ കഥ എന്തായിരിക്കും? അല്ലാഹ് പറഞ്ഞു, എന്തൊരു ഓഫറാ സഹോദരങ്ങളെ. അലിഫ് ലാം മീം. ഒരാൾ ഓതിയാൽ 3 കൂലിയല്ല 30 കൂലിയാണ്. അലിഫിന് 10 കൂലി കിട്ടും, ലാമിന് 10 കൂലി കിട്ടും, മീമിന് 10 കൂലി കിട്ടും. ഞാൻ നിങ്ങൾ ഷട്ടർ പൊക്കിയപ്പോ, ഞാൻ നിങ്ങൾ ഓഫീസിൽ ഇറങ്ങിയപ്പോ ഇന്ന് വൈകുന്നേരത്തെ കൂലി അറിയാതെ മനസ്സിക്ക് വന്നിട്ടുണ്ട് അല്ലെ? ഒരു 1000 റുപ്യ ഒക്കും, അല്ലെ 2000 ഒക്കും, 10,000 ഒക്കും അല്ലെ? അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ രാവിലെ കുളിച്ചു മാറ്റി എല്ലാ തിരക്കും മാറ്റി വെച്ച് ഇറങ്ങിയത് അല്ലെ? അവിടെ തിരക്ക് മാറ്റി വെക്കാൻ കയ്യിലേക്ക് വരുന്ന പണത്തെക്കുറിച്ചൊരു ചിന്ത ഉണ്ടായിരുന്നു. ആവശ്യങ്ങളില്ലേ വീട്ടിലെ? അതേ അല്ലാഹ് പറഞ്ഞുള്ളൂ, നീ ഒന്ന് സമയമുണ്ടാക്കി ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ഇത് എന്ന്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ഇനി സമയമില്ല എന്നാണോ? സമയമില്ലെങ്കിൽ സഹോദരങ്ങളെ അത് അഹങ്കാരത്തിന്റെ ലക്ഷണം. സമയമില്ലെങ്കിൽ ഖുർആൻ ഓതാനും ഹദീസ് പഠിക്കാനും നേരല്ല നിങ്ങളെ മനസ്സെപ്പോഴേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കിബറനാണ്, അഹങ്കാരിയാണ്. അതിന്റെ അർത്ഥം എന്താ അറിയോ? എനിക്കൊക്കെ തഴഞ്ഞുകൊള്ളുന്ന അർത്ഥം. ഇതൊന്നും ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യമൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ ഈ പണിക്ക് എടുക്കുന്നത് എന്ന അഹങ്കാരത്തിന്റെ വർത്തമാനം. മറിച്ച് അള്ളാഹുവിന്റെ ദീൻ എനിക്ക് തികഞ്ഞിട്ടില്ല, എനിക്ക് ഇനിയും കൂലി കിട്ടണം, എനിക്ക് ഇനിയും പഠിക്കണം എന്നതാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ഗുണം. കാരണം എന്താ അറിയോ? അത് ഫറളാണ് സഹോദരങ്ങളെ. ഗൗരവം മനസ്സിലാണ്ടോ നിങ്ങൾക്ക്? ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഒരു മുസ്ലിമിനെ അള്ളാഹു നിർബന്ധമാക്കിയതാണ് ത്വലബുൽ ഇൽമ്, അറിവ് പഠിക്കുക. ഈ അറിവിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചെന്താ അറിയോ? പ്രവാചകൻ പഠിച്ച വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹിന്റെ തിരുസുന്നത്തും ജീവിതത്തിൽ ആവർത്തിച്ച് പഠിക്കുക. അപ്പൊ അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റൂല. എന്റെ ജോലി തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം മാറ്റിവെച്ച് ഇതിന് സമയം കണ്ടെത്തിയില്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നാം കുറ്റക്കാരായി തീരും എന്നത് നമ്മൾ അറിയണം. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇനി ഇസ്ലാമികമായ അധ്യാപനങ്ങളെ കുറിച്ച് പഠിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. നമ്മുടെ നാട്ടില് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട്. അതിനെ ക്ഷണിച്ച ആൾക്കാരെ വിചാരം അത് ഓൽക്കൊക്കെ കുറെ താല്പര്യങ്ങളുണ്ട്. ആർക്കാ സുഹൃത്തുക്കളെ താല്പര്യം? ഖുർആനും ഹദീസും പഠിപ്പിക്കാൻ വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളുണ്ട്. മക്കളെ പഠിപ്പിക്കാൻ സിയാറിയുണ്ട്, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുണ്ട്, പൊതുപരിപാടിയുണ്ട്, അയൽക്കൂട്ടമുണ്ട്. ഒന്ന് വന്നിരിക്ക് എന്ന് പറയുമ്പോ ആർക്കൊക്കെ താല്പര്യമുള്ള പോലെ ഒന്ന് കുറച്ച് കുറ്റപ്പെടുത്തി ഞാൻ സംസാരിക്കും. പക്ഷെ ഇതിനൊക്കെ അള്ളാന്റെ ദീന് ഖുർആനും ഹദീസും പറയുന്നിടത്തൊന്ന് പോയിരുന്നാൽ എനിക്ക് കൂലി കിട്ടുമെന്നും ആയത്തും ഹദീസും പഠിക്കൽ എനിക്ക് നിർബന്ധമാണ് എന്നും മനസ്സിലാക്കിയാൽ ത്വലബുൽ ഇൽമി ഫരീള, ഒരു ഫർള് വീട്ടിൽ കൂലി കിട്ടും. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നീ വായിക്ക്. ആ വായിക്കുന്ന അല്ലാഹ് പറഞ്ഞ ആ കൽപ്പന അനുസരിച്ചതിന്റെ കൂലി കിട്ടും. അല്ലെങ്കിലോ ദുർന്യായങ്ങൾ പറഞ്ഞ് വായനയും പഠനവും ഒക്കെ നാം ഉപേക്ഷിച്ചാൽ അല്ലാഹ് നമ്മെ കൊണ്ട് വായിപ്പിക്കുന്നൊരു ദിനം അല്ലാഹ് വിടൂല കേട്ടോ. ശ്വാസികളെ അല്ലാഹ് വിടൂല. റഹ്മാനായ റബ്ബ് അന്ന് പരലോകത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് നീ നിന്റെ ജീവിതം കൊണ്ട് ചെയ്ത മുഴുവൻ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും എഴുതി രേഖപ്പെടുത്തി ഓരോ അക്ഷരം വിടാതെ നിന്നെ കൊണ്ട് വായിപ്പിക്കും. കർമ്മരേഖ വെക്കപ്പെടും. ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീ, അതിലുള്ള വർത്തമാനങ്ങൾ കണ്ട് ഭയവിഹ്വലനായി ആളുകളെ മുജ്രിമീങ്ങളെ നിനക്ക് കാണാൻ പറ്റും. അവന്റെ കർമ്മരേഖ ഇങ്ങനെ നോക്കുമ്പോ അവനെങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുന്നത് കാണുവാൻ പറ്റും. അവൻ വെപ്രാളത്തോടുകൂടി പറയുമ്പോ യഖൂലൂന യാ വൈലതനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ചെറുതോ വലുതോ ആയ നിസ്സാരമോ ആയ ഒരു കാര്യവും വിടാതെ റഹ്മാനായ റബ്ബ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഈ പുസ്തകത്തിൽ എന്ന് ആ കുറ്റവാളി വിലാപം പൊഴിക്കുന്ന മുഖം
പ്രവാചകരെ താങ്കൾക്ക് കാണുവാൻ പറ്റുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അന്ന് വായിക്കും. ആ വായിക്കണ ഗ്രന്ഥം സ്വന്തം കിതാബായിരിക്കും. വവജദൂ മാ അമിലൂ ഹദ്റാ, താൻ പ്രവർത്തിച്ചതൊക്കെ ഹാജരായ നിലയിൽ അവൻ കാണും. ഒക്കെ അവൻ കാണും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞെന്താ അറിയോ? വലാ യളിമു റബ്ബുക അഹദ, നിന്റെ രക്ഷിതാവ് യാതൊരാളോടും അനീതി കാണിക്കുകയില്ല. നീ ചെയ്തതിന്റെ കൂലി, നീ ചെയ്തതിന്റെ ഫലം നീ അനുഭവിച്ചേ പറ്റൂ എന്നാണ്. പക്ഷേ അവിടെ അനുഭവിക്കുന്നിടത്തല്ല ഈ ദുനിയാവിൽ വെച്ച നന്മക്ക് ഇരട്ടി പ്രതിഫലം നൽകുന്നത് പോലെ നാളെ ഖിയാമത്ത് നാളിൽ നിനക്ക് വെച്ചിട്ടുള്ള ശിക്ഷ നിനക്ക് താങ്ങാൻ കഴിയില്ല. അത് കഠിനമായി. അതുകൊണ്ട് വിശ്വാസികളെ, ജീവിതത്തിൽ നാം ഏറ്റെടുത്തിട്ടുള്ള വലിയൊരു ദൗത്യമുണ്ട്. ഇക്കാലത്ത് പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പ്രവാചകന്റെ തിരുസുന്നത്ത്, അത് എത്ര തിരക്കുണ്ടെങ്കിലും പ്ലാനും പദ്ധതിയും ഉണ്ടാക്കി പാരായണം ചെയ്തും പഠിച്ചും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. എത്ര ഖുർആനിന്റെ സൂക്തങ്ങൾ നിങ്ങൾക്ക് കാണാതെ അറിയും? ഉത്തരം കണ്ടെത്തേണ്ടതാണ്. എത്ര സൂറത്തുകൾ അറിയും? ഖുർആനിൽ പറഞ്ഞിട്ടുള്ള എത്ര പ്രാർത്ഥനകൾ അറിയും? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ചരിത്രങ്ങളിൽ എത്ര ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്? പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ ഓതിത്തന്ന 25 നബിമാരുടെ ചരിത്രം എനിക്ക് അറിയുമെന്ന് പറയാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കും? നരകത്തെക്കുറിച്ച് പറഞ്ഞ എത്ര ആയത്തുകൾ നാം വായിച്ചിട്ടുണ്ട്? സ്വർഗം, അതിന്റെ അനിർവചനീയമായിട്ടുള്ള ആനന്ദത്തെക്കുറിച്ച് റഹ്മാനായ റബ്ബ് പറയുന്ന ആയത്തുകൾ ഞാൻ ആവർത്തിച്ച് ഓതിയിട്ടുണ്ടെന്ന് പറയാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കും? എന്റെ പ്രവാചകന്റെ നമസ്കാരം ഹദീസുകളിലൂടെ നോക്കി ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഹജ്ജും ഉംറയും സക്കാത്തും കുടുംബജീവിതവും ഹദീസുകളിൽ നിന്ന് ഞാൻ നേരിട്ട് വായിച്ചിട്ടുണ്ടെന്ന് പറയാൻ നമ്മൾ എത്ര പേർക്ക് കഴിയും? വല്ലാത്ത ശൂന്യത തോന്നുന്നില്ലേ സുഹൃത്തുക്കളെ? പക്ഷേ അക്കൗണ്ടിലെ ബാലൻസ് നമുക്കറിയാം. നമുക്ക് തരാനുള്ള ഓരോ വ്യക്തികളെ കുറിച്ചും നമുക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ 10 സെന്റിന്റെ 4 അതിരുകൾ കൃത്യമായി കണ്ണുകൊണ്ട് കാണാൻ ഇപ്പോൾ നമുക്ക് പറ്റുന്നുണ്ട്. എന്തേ രണ്ടും രണ്ടായി പോയത്? അവിടെയാണ് റഹ്മാനായ റബ്ബ് പറയുന്നത്, നിങ്ങൾ വരും കേട്ടോ എന്റെ മുന്നിൽ. ആ ചെകിടടപ്പിക്കുന്ന ഖിയാമത്ത് നാൾ വന്നാൽ എല്ലാം ഇട്ടെറിഞ്ഞ് സ്വന്തത്തിലേക്ക് അവൻ പോകുമെന്ന്. അതുകൊണ്ട് സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അർത്ഥവും വ്യാപ്തിയുമുള്ള ഒരു മുഅ്മിനായി നമുക്ക് മാറാൻ സാധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇക്കാലത്ത് ഇസ്ലാമിക പ്രമാണങ്ങൾ വായിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ, ഇസ്ലാമികമായ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ശരിയാവണ്ണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുക? അതുകൂടി നമ്മൾ അറിയണം. യഥാർത്ഥത്തിൽ ഇസ്ലാമിനും ഇസ്ലാമിക സംസ്കാരത്തിനും നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ അറിയാതെ പോകും എന്നതാണ്. മറ്റൊന്ന്, നമ്മൾ അറിയാതെ ഇസ്ലാം വിരുദ്ധരുടെ അജണ്ടകൾ, അവയിൽ നമ്മളും നമ്മുടെ കുടുംബവും അകപ്പെട്ടു പോകുമെന്നതാണ്. മെല്ലെ മെല്ലെ മക്കളൊക്കെ ഇങ്ങനെ ദീനിന്ന് വിട്ടകന്നു പോകും. അവസാനം മുസ്ലിം പേര് വെച്ച് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മെഗാഫോണുകളായി നമ്മൾ മാറും. ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ അവരുടെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നിടത്തേക്ക് പിശാച് നമ്മളെ കൊണ്ടെത്തിക്കും. നോക്കൂ നിങ്ങൾ, ഇപ്പൊ ഒരു വാർത്ത നമ്മൾ വായിക്കുന്നു. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ചില ആളുകൾ ഉയർത്തിവിടുന്ന ചില പ്രൊപ്പഗണ്ടകൾ, വാർത്തകൾ അതിന് ഉദാഹരണമാണ്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ കേട്ട എന്താ? വൈറ്റ് കോളർ ടെററിസം എന്നാണ്. പിടിക്കപ്പെട്ടവരൊക്കെ അത്യാവശ്യ വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. ഈ ചാവേറിന് പിന്നിൽ അവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ
ഇവരെ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിച്ചത് എന്നതിന് ഇവർ കണ്ടെത്തുന്ന ന്യായം, ഇവരൊക്കെ പരലോക വിശ്വാസം, അവിടെ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞിട്ട് എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് എത്താനും ഹൂറിമാരെടുത്തെത്താനുള്ള പണിയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ പഠിക്കുന്ന വിശ്വാസത്തെയാണ് പരിശോധിക്കേണ്ടത് അല്ലെ. കേൾക്കുമ്പോ ചിലരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അല്ലെ, ഇങ്ങനെ ഉണ്ടാകൊണ്ടാണ് ചാവാറാകണത്. എന്നാ സഹോദരങ്ങളെ, നമ്മളൊന്നറിയണ്ടേ, ഇസ്ലാമിനെ കുറിച്ച് മോശമായി ചിത്രീകരിക്കപ്പെടുമ്പോ എന്താണ് ഇസ്ലാമിന് പറയാനുള്ളത് എന്ന് അറിയണ്ടേ. യഥാർത്ഥത്തിൽ പരലോക ബോധമുള്ള ഒരാൾക്ക് ചാവേറാകാൻ കഴിയില്ല. കാരണം അവനറിയാം നാളെ പരലോകത്ത് അള്ളാഹു ചോദ്യം ചോദിക്കുമെന്ന് അവനറിയാം. വിശ്വാസികളെ, കൊലയെക്കുറിച്ച് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കൊലയെക്കുറിച്ച് ആദ്യ മുഅ്മിൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ. ആദം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കൾ കാബീലും ഹാബീലും ഒരാളെ കൊല്ലുന്നുണ്ട്. ഒരാൾ മുഅ്മിനാണ്. മുഅ്മിനായ ആ പ്രവാചകന്റെ മകൻ പറയാൻ, ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി, നീ എന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ കൈകൾ എന്റെ നേരെ നീട്ടിയാലും മാ അന ബിബാസിത്തി യദയ്യ, നിന്നിലേക്ക് എന്റെ കൈ നീളൂല, നിന്നെ കൊല്ലാൻ ഞാൻ വരൂല. ലിഅഖ്തുലക, നിന്നെ കൊല്ലാൻ ഞാൻ ശ്രമിക്കൂല. കാരണം ഇന്നി അഖാഫുല്ലാഹ് റബ്ബൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന്. ഒരാളെ കൊല്ലാൻ ഇസ്ലാമിൽ പ്രമാണമല്ല. തൂക്കിക്കൊല്ലാൻ വിധി, തെറ്റ് ചെയ്തവനെ കോടതിക്ക, വേറെ ആർക്കാ സഹോദരങ്ങളെ ഉള്ളത്. ഇത് വിശ്വാസമുള്ളവരോ ചാവേറാകൂ, ഒരാളെ പോയി കുത്തോ ഇല്ല. ഇത് മനസ്സിലാക്കാത്ത മുസ്ലിമീങ്ങളും ഇതിനെ ഓശാനപ്പാടുന്നത് കാണാൻ പറ്റും അല്ലേ. നോക്കൂ നിങ്ങൾ, ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരാൾക്കൊരു ഉപദ്രവമില്ലാത്ത കേസാണ്, അയാൾ സ്വയം ആത്മഹത്യ ചെയ്യാം. അയാളെ തന്നെ നശിപ്പിച്ചാൽ നാളെ ഖിയാമത്ത് നാളെ രക്ഷപ്പെടുമോ? ഇല്ല. എങ്ങനെയാണോ അയാൾ ആത്മഹത്യ ചെയ്ത് അങ്ങനെ തന്നെ ആയിരിക്കും നരകത്തിലും. എന്നാൽ കഠിനമായ ശിക്ഷക്കിടയിൽ സ്വയം ഇങ്ങനെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിനും റഹ്മാനായ റബ്ബ് നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. യഥാർത്ഥത്തിൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്കാണ് ഈ ദുനിയാവിൽ എന്തു ചെയ്യാൻ പറ്റും. നോക്കൂ നിങ്ങൾ, ന്യൂസിലാൻഡിൽ 2019 2 മുസ്ലിം പള്ളികളിൽ ഭീകരാക്രമണം ഉണ്ടായി. 50-ൽ പരം ആളുകൾ മരിച്ചു. അതിന് പിന്നിൽ ആരാന്നറിയോ? നിരീശ്വരവാദികളായിരുന്നു. ചരിത്രത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്ത നിരീശ്വരവാദികളായിരുന്നു. അവർക്ക് അതിന്റേതായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധഭ്രാന്തനായിരുന്നു എന്നാണ് ചിത്രീകരിക്കപ്പെടുന്നത്. മഅദല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നയിച്ചതും അല്ലാത്തതുമായ യുദ്ധങ്ങളിൽ ഇസ്ലാമിക ചരിത്രത്തിൽ 1000-നും 1300-നും ഇടയിൽ മാത്രമാണ് അവിടെ കൊലകൾ നടന്നിട്ടുള്ളത്. എന്നാൽ 1-ാം ലോക മഹായുദ്ധത്തിൽ 2.2 കോടി മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2-ാം ലോക മഹായുദ്ധത്തിൽ 8 കോടി മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചരിത്രം പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ ആരാണ് സഹോദരങ്ങളെ? മനുഷ്യരെ കൊല്ലുന്നു എന്നത് ഇസ്ലാമിന്റെ പേരിൽ എഴുതി വെക്കേണ്ടതല്ല. ഗസയിൽ 69 ലക്ഷം മനുഷ്യരാണ് കൊല ചെയ്യപ്പെട്ടത്. ആരെങ്കിലും തിരിച്ചറിഞ്ഞു? അള്ളാഹുവിന്റെ പ്രവാചകന് നേരെ തിരിയുമ്പോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ മതമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവന് പവിത്രത നൽകുന്ന മതമാണ്. ഒരു മതവിശ്വാസി മറ്റൊരു മതവിശ്വാസം സ്വീകരിക്കാൻ നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മതമാണ്. അല്ലെ, ഇസ്ലാമിന്റെ പേരിൽ തന്നെ ശത്രുക്കൾ തന്നെ ഉണ്ടാക്കിയ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. ISIS എവിടെ പോയി? സലഫി ഇമാം അല്ലെ ആലു ഷെയ്ഖ് ഹറമിൽ വെച്ച് പ്രഖ്യാപിച്ചില്ലേ ഇസ്ലാം വിരുദ്ധരുടെ സൃഷ്ടിയാണ് എന്ന്. ഞാനിത് ഓർമ്മപ്പെടുത്തിയത് ജീവിതത്തിൽ നമ്മുടെ പവിത്രമായ ദീനുൽ ഇസ്ലാമിനെ അക്ഷരം വിടാതെ പഠിക്കാൻ വിശ്വാസി സമൂഹമേ നമ്മൾ തയ്യാറായില്ല എങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ വെറുപ്പ് വ്യാപിപ്പിക്കുന്ന, പേടിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത്
നമ്മൾ നിർഭയരായി ആത്മാഭിമാനത്തോടുകൂടി പരലോക വിശ്വാസത്തോടുകൂടി ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കണമെങ്കിൽ റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചു തന്നിട്ടുള്ള വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ തിരുസുന്നത്തും ശരിയാവണ്ണം പഠിക്കുകയും വായിക്കുകയും മനനം ചെയ്യുകയും ചെയ്യൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഫർളായി മാറിയിട്ടുണ്ട്. അവിടെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ എന്റെ തിരക്കിനെ അള്ളാഹുവെ നീ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടും. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മക്കളുടെ പേരിൽ നാം ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് വിലാപത്തിനോ സങ്കടത്തിനോ ദുനിയാവിൽ നേരമില്ല. എല്ലാ സൗഭാഗ്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിൽക്കാം എന്ന് ഏറ്റിട്ടേ ഇല്ല. പരീക്ഷണങ്ങൾക്കുമേൽ പരീക്ഷണം ഈ ഉമ്മത്തിന് വരും എന്ന് തന്നെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ആ പരീക്ഷണത്തിൽ പതറാതെ ലക്ഷ്യബോധമുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള അധ്വാനം, ജീവിതത്തിന്റെ സിലബസ് ഒന്ന് കയ്യിലെടുത്ത് ഒന്ന് വായിച്ച് പഠിക്കുക എന്ന് തന്നെ. 14 നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരെ പഠിപ്പിച്ചത് പൂർണ്ണമായി വായിക്കുക. എങ്കിൽ ലക്ഷ്യബോധമുള്ളവരായി സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി തന്റെ ജീവിതം കൊണ്ട് 4 അക്ഷരം എഴുതി വെച്ച് നന്മയുള്ള കുറെ ആളുകളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് അള്ളാഹുവെ പുറത്തു കൊടുക്കണേ ഈ മനുഷ്യനെന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനായി മരിക്കാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിലോ ആ ദിവസം മാത്രം ഷോപ്പൊന്ന് അടച്ചു വെക്കപ്പെടും, അല്ലെ പിറ്റേ ദിവസം കച്ചവടം പുനരാരംഭിക്കും. അന്ന് നമ്മുടെ ഓഫീസിലെ 4 സ്റ്റാഫ് നമ്മുടെ ശരീരത്തിൽ വന്ന് റീത്ത് വെച്ചിരിക്കും. 3-ാം ദിവസം അവർ കളിച്ചും രസിച്ചും അവരുടെ ഓഫീസുകളിൽ ഉണ്ടാകും. നമ്മുടെ മക്കൾ 2 ദിവസം പൂമുഖത്ത് ഒന്ന് വിഷണ്ണരായിരിക്കും. 4-ാം ദിവസം അവരും അവരുടെ ലോകത്തേക്ക് തിരിച്ചു പോകും. നമ്മുടെ ഭാര്യ ചിലപ്പോ 6 മാസം ഒന്ന് കരഞ്ഞെന്നിരിക്കും. അവളും പുതിയൊരു ഇണയെ തേടി പോകും. നമ്മുടെ ഭർത്താവ് കുറച്ചു കാലമൊക്കെ ഒന്ന് ക്ഷമിച്ചെന്നിരിക്കും. അവനും പുതിയ ഇണയുടെ പിന്നാലെ പോകും. അല്ലേ, ജീവിതം അങ്ങനെയാ. പക്ഷേ മരണം യാഥാർത്ഥ്യമാണ്, വിചാരണ സത്യമാണ്. ഖിയാമത്ത് നാൾ സംഭവിക്കുക തന്നെ ചെയ്യും. എന്തുണ്ട് കയ്യിലെന്ന ചോദ്യത്തിന് നാം ഓരോരുത്തരും ഉത്തരം പറയേണ്ടി വരും. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വേദഗ്രന്ഥം ശരിയാവണ്ണം പാരായണം ചെയ്തും പഠിച്ചും ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് റഹ്മാനായ റബ്ബ് ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ചിന്തയോടുകൂടി നല്ല ആരോഗ്യത്തോടുകൂടി റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടുന്നതുവരെ ദീനിയായി ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.